നിന്റെ ഹസ്ബൻഡ്. അഞ്ചു കാറിൽ കയറാം. അത് കയറാൻ. വിഷ്ണുവേട്ടാ, ഇത് എങ്ങോട്ടാ പോകുന്നത്? ഹണിമൂണിന്. ഹണിമൂണോ? എന്താ കേട്ടിട്ടില്ലേ? എനിക്ക് വീട്ടിൽ പോണം. നീ പോകുന്നില്ല? ഇറങ്ങാൻ. വിഷ്ണുവേട്ടാ, ഇറങ്ങാൻ. നീ പൊക്കോ, നാളെ വന്നാ മതി. ശരിടാ, പിന്നെ എൻജോയ്. വാ ഇവിടെ. കഴിഞ്ഞ 2 വർഷമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇനി എനിക്ക് പറ്റില്ല. കേരടി അകത്ത്. നിന്നെ ഒന്നും ചെയ്യില്ലെന്നോ? എന്താടി, നീ എന്നെ മാത്രം നിന്റെ ശരീരത്തെ തൊടിയിക്കില്ലേ? ഞാൻ നിന്റെ ഭർത്താവാ. നിന്റെ അടുത്ത് ഞാനല്ലാതെ വേറെ ആരാടി വരണ്ടേ? ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ചെയ്യരുത് പ്ലീസ്. നീ 1 മാസം ആ ഹരിയുടെ കൂടെ കിടന്നപ്പോ അവനോട് നീ ഇങ്ങനെ പറഞ്ഞോടി? നിനക്കെന്താ മനസ്സിലായില്ലേ? നിന്നെ 1 മാസം ആ ഹരി ഏതോ കാട്ടിൽ നിന്റെ സുരക്ഷയ്ക്കെന്ന വ്യാജേന ഒളിവിൽ പാർപ്പിച്ചപ്പോ അവന്റെ കൂടെ കിടന്നത് നീ മറന്നുപോയോടി? അനാവശ്യം പറയരുത് നിങ്ങൾ. അനാവശ്യമോ? പിന്നെ എന്താടി നടന്നത്? ഒരാണും പെണ്ണും ഒരു മുറിയിൽ ആരുമില്ലാത്ത സന്ദർഭത്തിൽ പിന്നെ എന്താടി നടക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണോ എന്നെ പറ്റി ചിന്തിച്ചത്? ആ മനുഷ്യൻ അറിയാത്ത രീതിയിൽ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. അതറിയാമോ നിങ്ങൾക്ക്? ആ മനുഷ്യന്റെ പേര് പറയാൻ പോലുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടോ? ഓ, നിന്റെ കാമുകിന്റെ കാര്യം പറഞ്ഞപ്പോ അങ്ങ് നൊന്തോ നിനക്ക്? അതെ, നൊന്തു. ആ മനുഷ്യനെ പറ്റി അപവാദം പറഞ്ഞാൽ എനിക്ക് നോവും. എന്താ കൂടെ കിടന്നതിന്റെ കൂറ് കാണിക്കുവാന്നോടി? നീ എന്നെ തല്ലിയല്ലേ? പാടി ഇവിടെ. ബോധം പോയി. സ്വബോധത്തിലല്ലെങ്കിലും നിന്നെ എനിക്കറിയണമെന്ന്. ആ ഹരിയുടെ ഏച്ചിലാണെങ്കിലും നിന്നെ എനിക്ക് ഇന്ന് വേണം. കൊച്ചിലെ മുതലേ ആഗ്രഹിച്ചതാ നിന്റെ ഈ ശരീരം. ഹരി, എന്താടാ നിർത്തിയത്? നീ എന്താ ഇവിടെ എന്റെ ബെഡ്റൂമിൽ? എന്റെ പെണ്ണിനെ കൊണ്ട് നീ എന്താ ഇവിടെ? നിന്റെ പെണ്ണോ? അതെ. എന്താടാ, സംശയം വല്ലതും ഉണ്ടോ? നീ തന്നല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് എന്റെ കൂടെ 1 മാസം കഴിഞ്ഞതാണെന്ന്? അതേടാ, 1 മാസം അവൾ എന്റെ കൂടെയായിരുന്നു. ഞാനും അവളും പരസ്പരം പലതും കൈമാറിയിട്ടുണ്ട്. എനിക്കറിയാമടാ നിന്റെ ഏച്ചിലേവളെന്ന്. എങ്കിലും ഇവിടെ ശരീരം ഞാൻ മോഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നിന്റെ മോഹം പാഴ്മോഹമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മേലിൽ എന്റെ പെണ്ണിന്റെ മുമ്പിൽ പോലും നീ വന്നു പോയേക്കരുത്. ഇവളെ ഞാൻ കൊണ്ടുപോകാം. തടയാൻ നോക്കിയ സഞ്ജന, ഹേയ്, റിലാക്സ്. ഞാൻ ഒരുപാട് തളർന്നു. എനിക്കിനി അയാളുടെ മുന്നിൽ ഫൈറ്റ് ചെയ്യാൻ വയ്യ സാർ. ഞാൻ തോറ്റു പോവാ. താൻ അങ്ങനെ പറയില്ലേ. തന്റെ കൂടെ ഇനി മുതൽ ഞാനുണ്ട്. തന്റെ മനസ്സ് എനിക്കറിയില്ലായിരുന്നോ? സാർ, കൃഷ്ണേന്ദു എല്ലാം പറഞ്ഞോ? പറഞ്ഞു. താൻ ഇനിയും ആരെയും പേടിക്കണ്ട. കൂടെ ഞാനുണ്ട്. വല്യേട്ടൻ എന്നെ അയാളുടെ വീട്ടിൽ പോകാൻ നിർബന്ധിക്കുക. എന്റെ ക്ലാസ് കഴിയാറായി.
ഞാൻ ഇനി അവിടെ നിൽക്കണ്ടേ? അങ്ങനെയാ വലിയേട്ടൻ വാക്ക് കൊടുത്തേന്നാ പറയുന്നേ. എനിക്ക് അയാളുടെ കൂടെ താമസിക്കാൻ പേടിയാ. അങ്ങേരെന്നെ എന്തിനാ ഇനി അവന്റെ കൂടെ താൻ ജീവിക്കുന്നേ? ഞാൻ വന്നല്ലോ, ഞാനല്ലേ ശരിയാക്കാം. ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ഇതൊന്നും ആരോടും പറയണ്ട. സഞ്ജു, മോളെന്താ ഇത്ര വൈകിയേ? ഹരിയുടെ കൂടാണോ മോള് വന്നത്? അത് ഏട്ടാ, പ്രൊജക്റ്റ് എഴുതി തീർക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ സർ എനിക്ക് ലിഫ്റ്റ് തന്നു, അതുകൊണ്ട്. മോള് പോയി റെസ്റ്റ് എടുക്ക്. കിച്ചു, ഹരി വന്നില്ലേ? ഇല്ല ചെയ്, എന്തെങ്കിലും അർജന്റ് ഡ്യൂട്ടി കാണും, ലേറ്റ് ആകുമായിരിക്കും. എന്താ? നല്ല മഴ. കോഫി വേണോ? നോ. പിന്നെ നത്തിങ്. കിച്ചു, ഏട്ടൻ. അത് കാര്യം ഞാൻ പറയട്ടെ? വേണ്ട, നീ ഒന്നും പറയണ്ട. ഏട്ടാ ഏട്ടാ വേണ്ട പ്ലീസ്. മാറുതിക്ക് കിച്ചു നീ. ഏട്ടാ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഹരി, ഞാൻ പറഞ്ഞോട്ടെ, ഇവനെ ഞാൻ ഇന്ന് വെച്ചേക്കില്ല. ഏട്ടാ ശിക്ഷിച്ചാൽ എന്നെയും കൂടെ ശിക്ഷിക്കണ്ടേ? ഞാൻ ഒരുപോലെ കുറ്റം ചെയ്തില്ലേ? കിച്ചു, എന്താ മോളെ ഇത്? ഇങ്ങനാണോ ഞാൻ നിന്നെ വളർത്തിയത്? ഞാൻ എന്ത് തെറ്റാ ഏട്ടാ ചെയ്തേ? ഒരാളെ ഇഷ്ടപ്പെട്ടതോ? ഏട്ടനെയും ഒരു പെണ്ണ് ജീവന തുല്യം സ്നേഹിക്കുന്നില്ലേ? അവളുടെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോ ഏട്ടൻ എന്താ തോന്നിയേ? അവളെ ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നുണ്ടോ? കിച്ചു, നീ ആരെ വേണേനെ സ്നേഹിച്ചു, ബട്ട് ഇവൻ ആ സിദ്ധാർത്ഥന്റെ സഹോദരൻ. ഇവനെ നീ വിശ്വസിക്കരുത് കിച്ചു. ഇവന്റെയൊക്കെ ആവശ്യം കഴിഞ്ഞ നിന്നെ പോലുള്ള പെൺകുട്ടികളെ വലിച്ചെറിയും. അതാണ് ഇവന്മാരുടെയൊക്കെ പതിവ്. എങ്കിൽ എന്നെ എപ്പോഴേ വലിച്ചെറിയേണ്ടതായിരുന്നു ഏട്ടാ. കിച്ചു, നീ എന്തായി പറയുന്നേ? കിച്ചു, വേണ്ട. ഇല്ല ഇത് പറഞ്ഞേ പറ്റൂ. ആയിട്ട് ഇങ്ങോട്ട് വന്നതല്ല, ഞാനായിട്ട് അങ്ങോട്ട് പോയതാണ്. പലതവണ വേണ്ടെന്ന് വെച്ചിട്ടും എനിക്കറിയില്ല ഞാനാ എതിർത്തത്. എൻ്റെ എല്ലാം ഞാൻ ജയിക്ക് കൊടുത്തു, എൻ്റെ മനസ്സും ശരീരവും. ഈ 3 വർഷമായിട്ട് എൻ്റെ ഒപ്പമുണ്ട്. എൻ്റെ എന്താവശ്യത്തിനും എൻ്റെ കൂടെ ഉണ്ടാവും. എല്ലാവരും ഒരുപോലല്ലേ ഏട്ടാ? കിച്ചു, നീ എന്തായി പറയുന്നേ? നീ ഒരുപാട് മാറിപ്പോയി. മാറേണ്ടി വന്നു. ഏട്ടൻ ഒരു വാക്ക് പോലും പറയാതെ എന്നെ വിട്ട് പോയപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹരി, ഐ എം സോറി. ഞാൻ ചെയ്തത് ശരിയായില്ല. താനൊന്ന് റിലാക്സ് ആകുക. കിച്ചു, ഇനിയൊരു സംസാരം വേണ്ട. ഞാൻ ഇറങ്ങുക. നിക്ക്. ഞാൻ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോ, ഞാനും ഒരു ബ്രദറാണ്. അതുകൊണ്ട് നിനക്കും അറിയാമല്ലോ, നീ ഒരു ബ്രദറല്ലേ. എൻ്റെ സഞ്ജു, അവളുടെ അവസ്ഥ നിനക്ക് അറിയാമെന്ന് കരുതുന്നു. അവളെ രക്ഷിക്കാൻ ഇനി നിനക്ക് മാത്രമേ പറ്റൂ ഹരി. എൻ്റെ മോള് പഴയ പോലെ ചിരിച്ചു കണ്ടാൽ മതി. അവളെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ആ വിഷ്ണു. ആ പഴയ സഞ്ജുവിനെ എനിക്ക് തിരിച്ചു കിട്ടുമോ? ഇനി കിട്ടും. എനിക്കെൻ്റെ പെണ്ണിനെ. ആ ഹരി നാട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അവനെ നമ്മൾ ട്രാൻസ്ഫർ കൊടുപ്പിച്ച് പറഞ്ഞു വിട്ടതല്ലായിരുന്നോ? അവൻ വീണ്ടും ഇവിടെ പോസ്റ്റിംഗ് ആയി. അവൻ എന്തോ ഉദ്ദേശിച്ചുകൊണ്ടാ വന്നേക്കുന്നത്. അതന്നെ ഏട്ടാ അങ്ങനെ പറഞ്ഞ് അവനെ ഇന്ന് നമ്മുടെ മോളെ ഡ്രോപ്പ് ചെയ്തത്. അവൻ അവൻ അവന് നമ്മുടെ മോളിൽ പണ്ടേ കണ്ണുണ്ട്. ഇനിയിപ്പോ എന്താ? അവൾ വിഷ്ണുവിന്റെ ഭാര്യയാ. ഇനി അവൻ എന്ത് ചെയ്യാൻ കഴിയും? അവനോട് നമ്മുടെ മോൾക്ക് സ്നേഹമുണ്ടായിരുന്നു, അവനും തിരിച്ച് ഉണ്ടായിരുന്നായിരിക്കും. അവൻ എൻ്റെ മോളെ കിട്ടാതിരിക്കാനല്ലേ നമ്മളിതൊക്കെ ചെയ്തത്. എന്നിട്ടും അവൻ അവളുടെ പുറകെയാണെങ്കിൽ എന്ത് ചെയ്യാനായേട്ടാ? അവന് ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അവൻ നമ്മൾ വിചാരിക്കുന്ന ആളല്ല. അവൻ അതും മറികടക്കും. അപ്പോൾ അവനെ പോലുള്ളവനെ നേരിടാൻ അതിലും വലിയ വെപ്പൺ തന്നെ പുറത്തെടുക്കണം. ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ശ്രാവൺ, നമ്മുടെ മോളെ എത്രയും വേഗം വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് അയക്കണം.
അവൾ വിഷ്ണുവിന്റെ കുഞ്ഞിന്റെ അമ്മയായി കഴിഞ്ഞാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഏട്ടാ, ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അവൾക്ക് അവനെ ഇഷ്ടമല്ലാന്ന് ഏട്ടൻ മറന്നുപോയോ? എന്റെ മോൾക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടും ഞാനും ഈ വിവാഹത്തിന് കൂട്ടുനിന്നത് ആ ഹരി മോളുടെ ജീവിതത്തിൽ വരാതിരിക്കാന്. പക്ഷെ ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല ഏട്ടാ. ആ വിഷ്ണു അവന്റെ പഴയ കാലം ഏട്ടന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അവന് എന്റെ മോളെ കൊടുക്കാൻ അവന്റെ കുഞ്ഞ് എന്റെ മോളുടെ വയറ്റിൽ, ഇല്ല, ഞാൻ സമ്മതിക്കില്ല ഏട്ടാ. പക്ഷേ നീ പറഞ്ഞുകൊണ്ട് വിഷ്ണു പഴയ പോലല്ല. അവൻ ഒരുപാട് മാറി. അവൻ അവളുടെ ഹസ്ബൻഡായിട്ടും അവളെ അരുതാത്ത രീതിയിലൊന്നും നോക്കിയിട്ടില്ല. അത് ഏട്ടൻ എങ്ങനെ അറിയാം? ഉണ്ടായിരുന്നേ മോൾ നമ്മളോട് പറയില്ലായിരുന്നോ? അങ്ങനെയല്ലേ അവൾ എന്തുണ്ടായാലും പറയില്ലായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. ശ്രാവൺ, നീ എന്തായി പറയുന്നേ? അതെ, അവൾ പറയുമായിരുന്നു ആ വിഷ്ണുവിനെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ. ബട്ട് അതിനുശേഷം അവൾ ഒന്ന് ചൊവ്വിന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? 1 വർഷമായി അവൾ നമ്മളോടൊന്ന് മനസ്സ് തുറന്നിട്ട്. എപ്പോഴും മൂകമായി ഇരിക്കും. കാരണം അവൾക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അവളുടെ വിഷമങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് പറ്റില്ല എന്ന് അവൾക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ട് ശ്രാവൺ, വലിയേട്ടാ. എന്താ വിഷ്ണു? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ വിഷ്ണു, എന്താ കാര്യം? അത് ഇനിയും സഞ്ജുവിനെ വീട്ടിൽ നിർത്തണോ? എന്റെ വീട്ടിലല്ലേ നിൽക്കണ്ടേ? അവളുടെ എക്സാം കഴിഞ്ഞില്ലേ? വിഷ്ണു പറഞ്ഞത് ശരിയാ. നാളെ തന്നെ മോളെ അങ്ങോട്ട് കൊണ്ടുവിടാൻ ഉള്ളതൊക്കെ ചെയ്യാം. ശരി വലിയേട്ടാ. ഇവനെന്താ ഇവിടെ? ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായാലും നിന്നോട് കൂടെ പറഞ്ഞേക്കാം. നാളെ നിന്റെ പൊന്നാര പെങ്ങൾ എന്റെ വീട്ടിലോട്ട് വരിക. നീയും ഹരിയും ചേർന്ന് നടത്തിയ പ്ലാനായിരുന്നു ഇന്നലെ നടന്നത്. ഇനിയിപ്പോ നീയൊക്കെ അവളെ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. വലിയേട്ടനാ സമ്മതിച്ചേക്കുന്നേ അവളെ എന്റെ വീട്ടിൽ വിടാൻ. ഡാ, നിനക്ക് അവളെ കിട്ടാൻ പോകുന്നില്ലടാ. എനിക്ക് നിന്നെ തടയാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരാളുണ്ടാക്കിപ്പോ അവളുടെ രക്ഷകനായിട്ട്. അത് നീ മറക്കണ്ട. നീ സൂക്ഷിച്ചു. അവന്റെ കണ്ണുകൾ നിന്റെ മുകളിൽ എപ്പോഴും ഉണ്ട്. മോളെ സഞ്ജു. എന്താ വലിയേട്ടാ? കോളേജ് അവസാനിച്ചില്ലേ? മോളിനെയും വിഷ്ണുവിന്റെ വീട്ടിലല്ലേ നിൽക്കണ്ടേ? അത് അമ്മായിയോട് ഞാൻ അങ്ങനല്ലേ വാക്ക് കൊടുത്തേ. അതുകൊണ്ട് നാളെ തന്നെ മോളെ അവിടേക്ക് അയക്കാനെന്ന് ഏട്ടൻ തീരുമാനിച്ചേക്കുന്നേ. അത് വലിയേട്ടാ, എനിക്ക് അങ്ങോട്ട് പോകണ്ട ഏട്ടാ. മോളെ, ഏട്ടനറിയാം എന്റെ മോളുടെ മനസ്സ്. ഞങ്ങളൊക്കെ പിരിഞ്ഞിരിക്കാൻ എന്റെ മോക്ക് പറ്റില്ല എന്നറിയാം. മോളെ, എങ്കിലും വിവാഹം കഴിഞ്ഞൊരു പെണ്ണ് അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലല്ലേ നിൽക്കണ്ടേ? മോളെ, വലിയേട്ടന് മനസ്സിൽ നല്ല വിഷമമുണ്ട്. എങ്കിലും മോളെ വിഷമിക്കണ്ട. വേറെ ആരുമല്ലല്ലോ, ലക്ഷ്മി അമ്മായും അമ്മാവനും ഒക്കെയല്ലേ. പിന്നെ വിഷ്ണു, മോൾ സന്തോഷത്തോടെ പോകുന്നാളെ കേട്ടോ. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഹരി സാർ. സഞ്ജന, എവിടെ തന്റെ ഏട്ടൻ സിദ്ധാർത്ഥ് മഹാദേവ്? ഓ, നീയോ? എന്താ നീ ഇവിടെ? ഓ, ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നതോ? അത് ഞാൻ സഞ്ജനയും കൊണ്ടൊന്ന് കറങ്ങാൻ പോവാൻ. നിനക്കെന്താ വട്ടാണോ? അവളിപ്പോ ഒരാളുടെ ഭാര്യയാ. അതല്ലേ പറയാൻ പോകുന്നേ. ഇഷ്ടമല്ലാതെ കെട്ടിയവനെ ആരെങ്കിലും ഭർത്താവായി കൂട്ടുമോ? സഞ്ജന, കേറ്. താൻ കേറ്. തന്നെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. കേറ്. കേറ് സഞ്ജന. ഓക്കെ, ബൈ സിദ്ധാർത്ഥ്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. വൈകുന്നേരം കാണാം. എന്തായി ചെയ്തത്? ഇങ്ങനൊന്നും വേണ്ടായിരുന്നു. ഇങ്ങനെയാ വേണ്ടത്. ഇത്രയും നാളും നീ ഒരു അടിമയെ പോലെ നിന്റെ ഏട്ടൻ പറയുന്നത് കേട്ട് നിന്നില്ലേ? എന്നിട്ട് എന്ത് നേട്ടം അതിനൊണ്ടായേ? സങ്കടം മാത്രം. ആ വിഷ്ണുവിന്റെ ടോർച്ചറും. താൻ ഇറങ്ങ്.
ചെയ്യേട്ടനും കൃഷ്ണേന്തു. അഞ്ജു, ഏട്ടാ, എന്തായിരുന്നു എൻ്റെ ഏട്ടൻ്റെ റിയാക്ഷൻ? അത് പറയണ്ടല്ലോ, എപ്പോഴും ഉള്ള റിയാക്ഷൻ. ഏട്ടാ, ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു.